നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെല്ലാം കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഒറ്റയ്ക്ക് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിച്ചു ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും എന്നോട് പറഞ്ഞിരുന്നു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നുള്ള എല്ലാ നേതാക്കന്മാരും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അവരോട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അത് ഒരു അപ്രോപ്രിയേറ്റ് സമയം നോക്കി പറയാമെന്ന് കരുതിയാണ് ഇതുവരെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് നിങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി പറയാനുള്ളത്, ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിവരം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളെ കാണാമെന്ന് തീരുമാനിച്ചത്. ഞാൻ 7 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 91 മുതൽ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം പരാജയപ്പെട്ടു. ബാക്കി 6 തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാ മേഖലയിൽ നിന്നും വലിയ പിന്തുണ എല്ലാ കാലത്തും എൻ്റെ പൊതുപ്രവർത്തന രംഗത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമല്ലാതിരുന്ന് തന്നെ ഞാനാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലെ ജനങ്ങളും വലിയ പങ്കാണ് വഹിച്ചത്. ഒരു സാധാരണക്കാരനായിരുന്ന എന്നെ 91-ൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. ഇന്ന് തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്ത് UDFനെ സംബന്ധിച്ചും ഒരു ബാലികേറ മലയായിരുന്നു. CPMൻ്റെ കേരളത്തിലെ ഏറ്റവും ഉറച്ച സീറ്റുകളിൽ ഒന്നായിരുന്നു തൃപ്പൂണിത്തുറ. അന്ന് AK ആന്റണി എൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നെ അറിയിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒന്ന് പോയി നോക്ക്, വേറെ ഒന്നും ശരിയായില്ല എന്നാണ്. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തൃപ്പൂണിത്തുറയിൽ പോയത്. പക്ഷേ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ എല്ലാ നിലയിലും എനിക്ക് വലിയ പിന്തുണ നൽകി. പിന്നീട് തുടർന്നു വന്ന തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല, ഈ കാലം അത്രയുള്ള പ്രവർത്തനങ്ങളിലും തൃപ്പൂണിത്തുറയിലെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും വലിയ പിന്തുണയാണ് നൽകിയത്. അതുകൊണ്ടാണ് ഇത്ര കാലം തുടർച്ചയായി വിജയിക്കാൻ സാധിച്ചത്. ഇടക്കാലത്ത് 5 കൊല്ലം ഗവൺമെൻറ്റിൽ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ മന്ത്രിയായി പ്രവർത്തിക്കാനും അവസരമുണ്ടായി. ആ സമയത്തും പ്രധാനപ്പെട്ട ചില പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നല്ല പങ്കുവഹിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് എടുത്തു കാണിക്കുന്ന വിഴിഞ്ഞം പ്രോജക്റ്റാണ്. യഥാർത്ഥത്തിൽ ആ പ്രോജക്റ്റ് എല്ലാവർക്കും അറിയാം. അത് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയോചിതമായ നേതൃത്വത്തിലും ഇടപെടലും ഉണ്ടായതാണ്. അന്ന് തുറമുഖ വകുപ്പ് മന്ത്രി ആയി പ്രവർത്തിച്ചിരുന്നത് ഞാനാണ്. അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളവും UDF ഗവൺമെൻറ് കാലത്താണ് അത് നിർമ്മാണം ആരംഭിച്ചതും ഏതാണ്ട് 80% നിർമ്മാണം പൂർത്തിയാക്കിയത്. ആ വകുപ്പിൻ്റെയും ചുമതല എനിക്കായിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലും ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ ആദ്യം, ഇന്നിപ്പോൾ അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്, എന്നാൽ ആ ടെർമിനൽ നിർമ്മാണം ആരംഭിച്ചതും അവിടെ സോളാർ പദ്ധതി ആവിഷ്കരിച്ചതെല്ലാം ആ കാലഘട്ടത്തിലാണ്. ഏതായാലും ഗവൺമെൻറ് പ്രവർത്തിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിലും ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുമൊക്കെ സാധിച്ചിട്ടുണ്ട്.
അങ്ങനെ ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോഴും MLA എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോഴും വലിയ ആക്ഷേപമില്ലാത്ത നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട് എനിക്ക്. ഞാൻ ഇടക്കാലത്ത് 2016 പരാജയപ്പെട്ടെങ്കിലും 2021 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചു. അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു വാശിയോടുള്ള പ്രവർത്തനം നടത്തി ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഞാൻ 4 തവണ മത്സരിച്ചപ്പോൾ ഉള്ള തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലമല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ ആദ്യം 91 വന്ന് മത്സരിക്കുമ്പോൾ ഉള്ള തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൻ്റെ ഏതാണ്ട് 73% ഏരിയ ഇന്ന് തൃക്കാക്കരയിലും എറണാകുളം നിയോജകമണ്ഡലത്തിലുമാണ്. പഴയ പള്ളുരുത്തി ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ പ്രതിനിധീകരിച്ചിരുന്ന പള്ളുരുത്തി നിയോജകമണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷം മേഖലയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത്. ആ നിയോജകമണ്ഡലം 2011 വരുമ്പോഴും കോൺഗ്രസ്സിന് ഈ ജില്ലയിലെ ഏറ്റവും മോശം സീറ്റ് എന്നുള്ള നിലയിലാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ എന്നാലും അവിടെയും മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. 16 കൈവിട്ട് പോയെങ്കിലും 21 തിരിച്ചു പിടിക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെ സാമാന്യം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഈ കാലയളവിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ നേരത്തെ KSU കാലം മുതൽ പ്രവർത്തനത്തിലും എറണാകുളം പ്രസ് ക്ലബ്ബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നന്നായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. അന്നത്തെ പത്രപ്രവർത്തകർ ഒരു പത്രത്തിലുള്ള ആളുകൾ ഇന്നില്ല. എല്ലാവരും തന്നെ മാറിക്കഴിഞ്ഞു. എല്ലാവരും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും വളരെ കുറവാണ്.